അപ്പൊ ആ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ട്രസ്റ്റിലാണ്, ട്രസ്റ്റ് ലാഭമാണ്. അത് തന്നെയാണ് അസറ്റിന്റെ മോട്ടോയും. ട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് അസറ്റ് പ്രോമിസ് ചെയ്യുന്ന ഏറ്റവും വലിയ നോൺ നെഗോഷ്യബിൾ കമോഡിറ്റി. എപ്പോഴും ഈ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് അല്പം റിസ്ക് ആണ്. കാരണം ഒരു പരാതി ഉണ്ടെങ്കിൽ സുനിൽ ഒരു കത്ത് പോകുന്നതിന് മുമ്പ് എന്റെ വീട്ടിലേക്കായിരിക്കും കത്ത് വരിക. ഞാൻ 12-13 കൊല്ലമായില്ലേ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്. ഇന്ന് വരെ അസറ്റ് ഹോംസിന്റെ പേരിൽ ഒരു പരാതി പറഞ്ഞൊരു കത്ത് എന്റെ വീട്ടിൽ വന്നിട്ടില്ല. എനിക്ക് ഇന്ന് വരെ അസറ്റിന്റെ പേരിൽ വന്നിട്ടുള്ള കത്തുകളും വന്നിട്ടുള്ള ഫോൺ കോളുകളും മെസ്സേജസും ഒന്നുകിൽ ഇന്ന പ്രോപ്പർട്ടിയിൽ ഒരു ഫ്ലാറ്റ് എങ്ങനെയെങ്കിലും ഒരു ബുക്കിംഗ് ശരിയാക്കി തരാമോ, അല്ലെങ്കിൽ ഇന്ന പ്രോപ്പർട്ടിയിലെ റേറ്റ് എങ്ങനെയെങ്കിലും സുനിലിനോട് പറഞ്ഞ് കുറച്ചുകൂടെ കുറച്ച് തരാമോ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സുനിലിനെ ബുദ്ധിമുട്ടിക്കാറുള്ളത്. ഇപ്പൊ ഇന്നിവിടെ അസറ്റ് ചേംബറിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ എപ്പോഴും അസറ്റിന്റെ പ്രോപ്പർട്ടീസ് ഹാൻഡ് ഓവർ ആകാറാവുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ ടൈം ലൈൻ എങ്ങനെയായിരുന്നു, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അസറ്റ് ചേംബറിന് ഇന്ന് ആസ് വി സ്പീക്ക് ടുഡേ